നമസ്കാരം. ഇന്ന് ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനമാണ്. കടുവ മാർജാര വംശത്തിലെ ഏറ്റവും വലിയ ജീവിയാണ്. ബിഗ് കാറ്റ്. ഭൂമുഖത്ത് 9 ഇനത്തിലുള്ള കടുവകളുണ്ടായിരുന്നു. 4 ഇനങ്ങൾ വംശനാശം സംഭവിച്ചു. ഇന്ന് അവശേഷിക്കുന്നത് 5 ഇനങ്ങളാണ്. നമ്മൾ ഇന്ത്യയിലെ കടുവ എന്ന് പറയുന്നത് റോയൽ ബംഗാൾ ടൈഗർ എന്ന് പറയുന്നൊരു ഇനമാണ്. ഇതിൻ്റെ തന്നെ 70% ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു ടൈഗർ കൺട്രിയാണ് നമുക്കറിയാം. കടുവകളെ സംരക്ഷിക്കാൻ 1973 പ്രൊജക്റ്റ് ടൈഗർ എന്ന ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നു. കേരളത്തിൽ നമുക്ക് 2 ടൈഗർ റിസർവുകളുണ്ട്. ഇന്ത്യയിലാകെ 55 ടൈഗർ റിസർവുകളാണ് നിലവിലുള്ളത്. എന്തിനാണ് നമ്മൾ കടുവകളെ സംരക്ഷിക്കുന്നത്? ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ജീവിയാണ് കടുവ. കടുവകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക അധികാര പരിധി അടയാളപ്പെടുത്തി അവിടെയാണ് അവരുടെ വിഹാരം. ആ ഒരു അധികാര പരിധിക്കുള്ളിൽ അവയുടെ ഭക്ഷണമൊക്കെ അവ കണ്ടെത്തിയിരിക്കും. പലപ്പോഴും അധികാര പരിധി വിട്ട് പുറത്തിറങ്ങുന്നു എന്നുള്ളത് ഇന്നത്തെ വലിയൊരു പ്രശ്നം തന്നെയാണ്. എങ്കിലും അധികാര പരിധിയിൽ തന്നെ ഒതുങ്ങി നിന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് ടൈഗർ. കടുവ ഒരു അംബ്രല്ല സ്പീഷീസ് ആണെന്ന് പറയാറുണ്ട്. കാരണം കടുവകളെ സംബന്ധിച്ചിടത്തോളം ആ കടുവകളുള്ള കാടിനെ ഒരു സന്തുലനം ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഭക്ഷണമായ സസ്യബുക്കുകൾ, ആ സസ്യബുക്കുകളുടെ എണ്ണത്തെ നിയന്ത്രിച്ചുകൊണ്ട് കാടിലൊരു സന്തുലനം ഉണ്ടാക്കാൻ കടുവകൾക്കാണ് കഴിയുന്നത്. മാംസബുക്കുകൾക്കാണ് കഴിയുന്നത്. അതിൽ കടുവയാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ജീവി. അങ്ങനെയുള്ള സന്തുലനമായ കാടിനെ വെള്ളത്തെത്താൻ കഴിയും. നമ്മൾ പറയാറുണ്ട് കടുവകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ജലത്തെയാണ് സംരക്ഷിക്കുന്നത്. ടൈഗർ കൺസർവേഷൻ ഈസ് വാട്ടർ കൺസർവേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ടൈഗർ കൺസർവേഷൻ ഈസ് വാട്ടർ കൺസർവേഷൻ. കടുവകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്നത്. ഒരു സന്തുലനമായ കാടിനെ വെള്ളത്തെ തരാൻ കഴിയും. അവിടെ സസ്യബുക്കുകളുടെ എണ്ണത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അതല്ല എങ്കിൽ സസ്യബുക്കുകളുടെ എണ്ണം കൂടുകയും സസ്യാവരണം നശിക്കുകയും ആ കാടിന് വെള്ളത്തെ തരാൻ, വെള്ളത്തെ സംഭരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ സംജാതമാവും. അതുകൊണ്ട് കടുവകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ സംരക്ഷണം തന്നെയാണ്.